ഹായ് ഓൾ. നമ്മളപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അതിൽ 22 ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ മേക്ക് എ സെലക്റ്റഡ് ടെക്സ്റ്റ് ബോൾഡ് ഇൻ MS Word യൂസിങ് ഓപ്ഷൻ Ctrl+B. രണ്ടാമത്തെ ക്ലിക്ക് ഇൻ ബോൾഡ് ഐക്കൺ. 3 ഹോം ടാബ് ഫോണ്ട് ബോൾഡ്. അതിൽ സബ് ഓപ്ഷൻ എ 1 only, ബി 1 and 2 only, സി 1, 2 and 3, ഡി 3 only. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് നമ്മുടെ വേർഡിനകത്ത് എങ്ങനെയാണ് ടെക്സ്റ്റ് ബോൾഡ് ആക്കുന്നത്, ഏത് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് എ ആണ്, അല്ല ഓപ്ഷൻ സി ആണ്. അതിൽ എല്ലാം ഉണ്ട്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 1 and 2 and 3, അതായത് 3 ഓപ്ഷനും കറക്റ്റാണ്. പ്ലസ് ബി ആണെങ്കിലും അതിൽ ബോൾഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും പിന്നെ ഹോം ടാബിനകത്ത് ഫോണിനകത്ത് ബോൾഡ്, ഈ ഒരു 3 രീതിയിൽ നമുക്ക് വേർഡിനകത്ത് ടെക്സ്റ്റ് ബോൾഡ് ആക്കാനായിട്ട് സാധിക്കും. 24-ാമത്തെ ക്വസ്റ്റ്യൻ. ദ കമാൻഡ് ബാർ ദാറ്റ് organizes a program features into series of tabs so that users can quickly access the command is called dash. Option A ribbon, option B title bar, option C header, option D ruler. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ സവിശേഷതകളെ ടാബുകളുടെ ഒരു നിരയായിട്ട് ക്രമീകരിക്കുന്ന ഒരു കമാൻഡ് ബാറുണ്ട്. അത് ഉപയോക്താക്കൾക്ക് കമാൻഡുകൾ വേഗത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതിനെ എന്ത് പറയുന്നു? ഇതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ റിബൺ ആണ്, റിബൺ. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഷോർട്ട് കട്ട് കീ ഇൻ MS Word ടു ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ബൈ 1 point while typing. റൈറ്റ് ദ ഷോർട്ട് കട്ട് കീ ഇൻ MS Word ടു ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ബൈ 1 point while typing. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ Ctrl+ ഒരു ബ്രാക്കറ്റ് ചിഹ്നമാണ്. ഓപ്ഷൻ ബി ഓൾട്ട് പ്ലസ് ബ്രാക്കറ്റ് ചതുരത്തിൻ്റെ ക്ലോസ് ചെയ്യുന്ന ചിഹ്നം. ഓപ്ഷൻ സി Ctrl+ ബ്രാക്കറ്റ് തന്നെയാണ്. Ctrl+ ബ്രാക്കറ്റ് അത് ചതുരത്തിൻ്റെ ക്ലോസ് ചെയ്യുന്ന ചിഹ്നം. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന MS വേർഡിൽ ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അപ്പോൾ അത് ഏത് പോയിന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് Ctrl+ ഈ ചതുരത്തിൻ്റെ ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റ് ചിഹ്നമാണ്. ആ ഒരു ഇതിൽ സിമ്പിളിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും വേർഡിൽ. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മൂവ് ദ കഴ്സർ ടു ദ ലാസ്റ്റ് അപ്ഡേഷൻ മെയ്ഡ് ബിഫോർ ക്ലോസിംഗ് ദ ഡോക്യുമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഡോക്യുമെൻറ്റ്. ഓപ്ഷൻ എ Shift+F5, ഓപ്ഷൻ ബി Ctrl+F5, ഓപ്ഷൻ സി F5, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അതായത് നമ്മുടെ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇപ്പുറം ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആക്കിയ ഭാഗത്തോട്ട് കഴ്സർ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തെടുത്തോട്ട് കഴ്സർ നീക്കണം. അത് ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇപ്പുറമായിട്ട് ചെയ്യണമെങ്കിൽ ഏത് ഓപ്ഷനാണ് വേണ്ടത്, ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് Shift+F5 ആണ്. Shift+F5 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Shift+F5. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പേജ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ടാബ്. അപ്പം പേജ് ബാക്ക്ഗ്രൗണ്ട് ഏത് ടാബിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹോം, ഓപ്ഷൻ ബി പേജ് ലേഔട്ട്, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമാറ്റ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഓപ്ഷൻ ബി പേജ് ലേഔട്ടിനകത്താണ് പേജ് ബാക്ക്ഗ്രൗണ്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 28-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ടാബ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ പേജ് ഇൻ MS Word ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻസേർട്ട്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി മെയിലിങ്സ്, ഓപ്ഷൻ ഡി ലേഔട്ട്. അതായത് പേജ് വലുതാക്കാൻ വേണ്ടി MS Wordൽ ഉപയോഗിക്കുന്ന ഒരു ടാബ് ഏതാണ് എന്നാണ്
ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വ്യൂ ആണ്. വ്യൂവിനകത്താണ് പേജ് വലുതാക്കാനായിട്ട് സാധിക്കുന്നത്.